അമ്മര് ഫക്ക് കാണിച്ചേ, അമ്മര് കൈവക്കി ഫക്ക് കാണിച്ചേ. എടാ ഒരു വണ്ടി എന്ന ഡ്രൈവേഴ്സ് കൗണ്ട് പറഞ്ഞ ഞാനൊരു വണ്ടി നിങ്ങള് എക്സ്ട്രാ വണ്ടി എടുത്തോ? എടാ വണ്ടി കൊണ്ട് കളഞ്ഞിട്ട് ഏതെങ്കിലും വണ്ടിക്കകത്ത് കേറടാ നീക. എടാ ഈ ഡോറൊന്ന് അടിച്ചു പിടിച്ചാ, ഈ ഡോറൊന്ന് ഇടിച്ചു പിടിച്ചടാ. എന്നോട് നീലെടുക്കാൻ ഇപ്പുറത്തെ ഡോറൂടെ ഡ്രൈവർമാരെല്ലാരും കോളൗട്ട് നീകൻ. ഞാനും എസ്റയ്ക്ക് ഒരു വണ്ടിയില്ലെന്ന്. ദാദാ ഞാൻ എന്റെ വണ്ടി വന്നില്ല അവിടെ. വെയിറ്റ് ഇപ്പൊ വന്നതാ. ഇതെന്താ ഇതാരാ? ഞാൻ കുത്തിച്ചോളാം. ഞാനൊരു കാര്യം പറയട്ടെ, വണ്ടിക്കകത്തുനിന്ന് വണ്ടിയുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരത്തോട്ട് ഓടിപ്പോവല്ലേ. കറങ്ങുന്ന സിറ്റുവേഷൻ വരുവാണെങ്കിൽ പൊക്കോ, അല്ലാതെ വണ്ടി ചവിട്ടുന്നിടത്തുനിന്ന് ഒരുപാട് ദൂരം പോകരുത്. ഞാൻ ഇനിഷ്യൽ ഫൈറ്റ് കുത്തിയെടുത്ത ഞങ്ങൾ കളിക്കുന്നത് നോർമലി. അപ്പൊ തുടങ്ങല്ലേ യുദ്ധം? ഓൾറെഡി തുടങ്ങി. നീ എവിടെ ആയിരുന്നു? ഞാൻ ഒരു ഫൈറ്റും കഴിഞ്ഞ് 7 പേര് ഡൗണും ആയി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പിള്ളേർ ഇങ്ങനെ നിൽക്കില്ലല്ലോ അണ്ണാ. ലൊക്കേഷൻ ചോദിക്കുന്നു ചിറക്കൽ ശ്രീഹരി. അണ്ണാ നമുക്ക് ധൈര്യമായിട്ട് അണ്ണാ, നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ അങ്ങ് ഇറങ്ങിക്കാണ ഈ നടുക്ക്. അണ്ണാ എന്ത് പറയണ്? നമുക്ക് ടയർ അടിച്ചു പിടിക്കണം. നമുക്ക് ഇവിടെ നിന്ന് ടയർ അടിച്ചു പിടിക്കാം. ഇവിടെ തന്നെ അണ്ണ. കാരണം അണ്ണാ ബാക്കിൽ നമ്മള് ആ നടുക്ക് കുത്തി കഴിഞ്ഞുണ്ടല്ലോ, അമ്മാർക്ക് എവിടെ നിന്ന് അടിക്കും നമ്മളെ? വേറെ വഴിയില്ല, നമുക്ക് ഇറങ്ങിക്കാം. വാ ഇവിടെ ഇറങ്ങിക്കാം. അവണ്ണ എവിടെ നിന്നാലും അവരെ കുത്തൂല. വസന ഞാൻ പറഞ്ഞ അച്ചട്ടയുടെ നടന്നിട്ടേ ഉള്ളൂ. വസന ട്രസ്റ്റ് മീ. വസന എവിടെ ഇറക്കട്ടാ? ഒന്ന് അടങ്ങിയിരിക്കാവോ വണ്ടിക്കകത്ത്? ശല്യം ചെയ്യരുത്, ശല്യം. അണ്ണ എന്നെ എവിടെ ഇറക്കി? ആദ്യം ഒരു ഡൗൺ ആണേ. ചന്ദ്ര പൊട്ടനാണോ നീ? ചന്ദ്രൻ അണ്ണ അടിക്കില്ല പറഞ്ഞേ. നിന്റെ മാമന്റെ മോനാളിയത്? അണ്ണ ഞാൻ അങ്ങോട്ട് ഫ്രണ്ടോട് ഇരിക്കായിരുന്നു. അണ്ണാ ടയർ പൊട്ടി 4 ടയർ പൊട്ടി. 4 വണ്ടിയെ ഞാൻ പറഞ്ഞ അവസാനം ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോയി. ലെഫ്റ്റ് ആണ് ലെഫ്റ്റ്. അണ്ണ ഇവിടെ നോക്കോ? അണ്ണാ അങ്ങോട്ട് പോണം. ടയറില്ല കേട്ടോ, ടയറില്ല കേട്ടോ.
അണ്ണാ മോളിക്ക് അണ്ണാ മോളിക്ക് വാസു അണ്ണാ മോളിക്ക് വെയിറ്റ് ചെയ്യടാ, chill ആവടാ, അവിടെ കളിക്കട്ടാ, അവര് കളിച്ചോട്ടളിയാ. മല കുത്തനെ നിങ്ങളെ കുത്തിട്ടുണ്ട് ബാക്കി ഈ കുത്തിയില്ലല്ലോ ബാക്ക് ആ കുത്തിയിട്ടില്ല ഇതിന്റെ ബാക്കി കുത്തടാ പിങ്ങി കുത്തടാ രണ്ട് കാര്യം പിന്നാടി ഇവിടെ പിന്നാടി നമ്മുടെ ടീം പിന്നാടി പറ താഴെ താഴെ എന്തിനാ കുത്തി? എല്ലാരും കുത്തിയില്ലേ അവിടെ ബ്രോ? ബാക്കപ്പ് എല്ലാം പറഞ്ഞു. ആഹാ പ്ലക്കി വിട്ട് നിന്നേക്ക് ചാറ്റ് കണ്ടാ മതി. നിനക്ക് ചാറ്റ് കാണണം. ഇങ്ങോട്ട് കേറ് വേറെ മാത്രമല്ലല്ലോ. കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എക്സലന്റ് ലൈവ്. എടുത്തിട്ടുണ്ട്. കാർത്തി ഡൗൺ ആയിട്ടുണ്ട്. കിൽപ്പറ്റിന്റെ സ്റ്റാർട്ട് എടുത്തിട്ടുണ്ട്. സാവേജ് മാർത്തൻ പോയി എടുത്തിട്ടുണ്ട്. ഇന്ത്യടാ കുറച്ച് പട്ടികളൊക്കെ ഇന്ത്യടാ, കുറച്ച് പട്ടികളൊക്കെ ഇന്ത്യടാ. പ്ലക്കി ആര്? നിന്റെ അച്ഛനെയാ? നിന്റെ അച്ഛനെ പ്ലക്കിയാ ഇവിടെ ആരെങ്കിലും? ഇന്ത്യടാ അത്രയും കോൺഫിഡൻസോടെ പറയണമെന്നുണ്ടെങ്കിലേ അവന്മാരുടെ കളി അതാ, മനസ്സിലായ? ഇനി ഇത് തോറ്റാലും വാറിന് തിരിച്ചു കൊടുക്കാൻ നമുക്ക് നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം. ഇന്ത്യ തൊലിക്കണ്ടേ നിനക്കൊന്നും? ഇപ്പം നിനക്കൊന്നും തൊലിക്കണ്ടേ? ചാറ്റിലെ തൊലി കാണുന്നില്ലല്ലോ നിന്റെ ഒന്നും. നിന്റെ ഒന്നും തൊലി എന്താടാ കാണാത്തെ? എന്താ കാണാത്തെ? പ്ലക്കി പ്ലക്കി ചാറ്റിൽ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുക നമ്മളൊന്ന് വീണ് കാണാൻ. ഒന്ന് വീണ് കാണാനേ നോക്കിയിരിക്കുക. കക്ക പ്ലക്കിന്ന് മൂഞ്ചാൻ വേണ്ടിയിട്ട് കുറെ അവന്മാര്. ആലോചിക്കുക മൊമെന്റ്, ഞാൻ ഡൗൺ ആയ മൊമെന്റിൽ നമ്മുടെ ചാറ്റിൽ ഒരു ചിരി അങ്ങ് പടർന്നു. ഒരു പർട്ടിക്കുലർ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക നമ്മളൊന്ന് വീണ് കാണാൻ വേണ്ടിയിട്ട്. ടീം ഇവിടെ ഇറങ്ങി നിന്നിരിക്കുന്നുണ്ട്. ഒരാളും കൂടെ വന്നേ. കണ്ട ഇതാണ് അവൻ പറഞ്ഞത്. അവൻ ആക്ച്വലി ആ പൊസിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഡിലേ ആയി, കുറച്ച് പയ്യെ ഞാനും കുറച്ച് പയ്യെ കുതിച്ച്.
പക്ഷേ അപ്പോഴത്തേക്കിന് ഞങ്ങളിവിടെ ഇറങ്ങി വരുമ്പോഴത്തേക്കിന് ഇവർ ഓൾറെഡി ഫ്രണ്ടിലോട്ട് കയറി വന്ന് കൺട്രോൾ എടുക്കും. അതിപ്പോൾ നോക്കണം ഇറങ്ങി ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിന് ഞാൻ അടിക്കാൻ ഫ്രണ്ടിൽ കയറിയതാ, ഞാൻ ഇവിടെ നിൽക്കുക കണ്ട മൊത്തം അടി എനിക്കാ കിട്ടിയത്. എന്നെ 1 HP ആയി. ഞാൻ നിന്നോട് നോക്കണേ, എൻ്റെ ഷീൽഡും പോയി എൻ്റെ ഇതും പോയായിരുന്നു. നോക്കണം ഞാൻ ആ ഷീൽഡും പോയി അതും കണ്ടിട്ടുണ്ട്. അവിടെ നമ്മുടെ ഒരാൾ വീണ്, അവിടെ നീഗൻ ഓൾറെഡി അവിടെ വീണ്. അപ്പോഴത്തേക്കിന് ജൂഡിപ്പോൾ അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ജൂഡിന് ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കിന് വന്നു, ഞാൻ തിരിച്ചു ഇറങ്ങി ഹീൽ ചെയ്യുമായിരുന്നു. നീലിനെയൊക്കെ അപ്പോഴത്തേക്കും പുഷ് ചെയ്തു. അവിടെ വീണ്ടും ഒരു പിക്ക് എടുത്ത് ഫ്ലിക്സ് എന്നെ എടുത്ത് നീലിനെ എടുത്ത് ചന്ദ്രനെ എടുത്ത്. അറ്റ് ദിസ് മൊമെന്റ് ചില ചാറ്റിൽ കുറച്ച് ആൾക്കാർ അങ്ങ് ടി വി ഡൗൺ ആയി, ഇന്ന് സുഖമായിട്ട് ഉറങ്ങാം, വാവ് എത്ര ദിവസമായിട്ട് ഞാൻ കാത്തിരിക്കുക, വാ ഓ എടുത്തിട്ടുണ്ട്. ജുഗുറോടെ അടുത്ത പിക്ക് എടുത്ത്. ഇവിടെ രണ്ടാമന്മാര് നിൽക്കുന്നുണ്ട്. അവന്മാര് രണ്ടുപേര് കോച്ച് അവിടെ ഒരു പിക്ക് എടുത്ത്, സാവേജ് ഒരു പിക്ക് എടുത്ത്, ഏബൽ അവിടെ ഒരു പിക്ക് എടുത്ത്, SRK എടുത്ത്, ജുഗുറു അടുത്ത പിക്ക് എടുത്ത്, ലെക്സ് ഒരു പിക്ക് എടുത്ത്, സ്റ്റീവ് അവിടെ ഒരു പിക്ക് എടുത്ത്, ലോലിനോട് ഒരു പിക്ക് എടുത്ത്, ജുഗുറു അടുത്ത പിക്ക് എടുത്ത്, അങ്ങോട്ട് വീണ്ടും കീരി ഒരു പിക്ക് എടുത്ത്, സെക്കൻഡ് ഒരു പിക്ക് എടുത്ത്, സ്റ്റീവ് അടുത്ത പിക്ക് എടുത്ത്, മെസ്ബോയ്ക്ക് 1 HP ഹീൽ പോലും ചെയ്യാതെ വരുന്ന അടിക്കാൻ പോണത്. അപ്പുക്കുട്ട അടുത്ത പിക്ക് എടുത്ത്, അപ്പുക്കുട്ടനൊക്കെ ഒരേ അടി. കാർത്തി അവൻ കീരി അടുത്ത പിക്ക്, സാവേജ് ലാസ്റ്റ് പിക്ക് എടുത്ത്, കീരി അപ്പുക്കുട്ടനൊക്കെ അടി. നോട്ട് ജസ്റ്റ് യുവർ നോർമൽ എഡിറ്റർ. സത്യമല്ലേ എടാ, അത് എല്ലാവരും അങ്ങനെ. ടി വിക്കകത്ത് ഇപ്പം നോർമലി ഇതിനു മുമ്പ് സുനിമോനല്ലേ നമ്മുടെ കണ്ടന്റ് ഒക്കെ ചെയ്തോണ്ടിരുന്നത്. അവനും വെടിവെക്കാനൊക്കെ അവനും അടിപൊളിയായിരുന്നു. കുട്ടൻ പോലെ തന്നെയായിരുന്നു സുനിമോനും. അവനും നല്ലൊരു ഗൺ പവർ ഉണ്ടായിരുന്ന ആളാ. കീരിക്കാടന്റെ കമ്പാക്ക് കേട്ടാ, കീരിക്കാടന്റെ കമ്പാക്കാണേ. കമ്പാക്ക് കീരി. ഹെലി നല്ല കവറായിരുന്നു. ധവലന്റെ മലയാളിയായിരുന്നു. വെൽ പ്ലേഡ്.